നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജലജയുടെ മനസ്സിലിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. ജലജയും നാഗേന്ദ്രനും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നമെന്ന് ആർക്കും ഒന്നും അറിയില്ല. അങ്ങനെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തന്നെയാണ് നാഗേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നത്. മുത്തശ്ശൻ തന്നെ നാഗേന്ദ്രനെ പുറത്താക്കിയതാണെങ്കിലും ജലജയും നാഗേന്ദ്രനും തമ്മിൽ പിന്നെ കാണുകയോ സംസാരിക്കുകയോ മക്കളുടെ കാര്യം പോലും അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ജലജയ്ക്ക് ഇപ്പോഴും കോടീശ്വരനാണ് നാഗേന്ദ്രൻ എന്ന് അറിഞ്ഞിട്ട് കൂടി ജലജയ്ക്ക് നാഗേന്ദ്രനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവന്തികയോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ നാഗേന്ദ്രൻ അല്ലെന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ ആ സത്യം വെളിപ്പെടുത്താണ് അവന്തികയോടും അഭിയോടും ഒക്കെ. അങ്ങനെ നാഗേന്ദ്രനും അറിയാണ് അവന്തിക തൻ്റെ മോളല്ലെന്നുള്ള വിവരം. അങ്ങനെ ആ ഞെട്ടിപ്പിക്കുന്ന സത്യം എല്ലാവരും അറിയുന്ന ആ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നവീന് ഒരു കാര്യം വ്യക്തമാകാണ്. അനിക്ക് മാത്രം നന്ദുവിനോട് സ്നേഹമുണ്ട് എന്ന് മാത്രമാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കളിയൊക്കെ മാറിയിരിക്കുന്നു. നന്ദുവിന് അനിയെ ഇഷ്ടമാണ്. അവർ രണ്ടുപേരും തമ്മിൽ പരസ്പര സ്നേഹമാണ്. താൻ അറിഞ്ഞതൊക്കെ ശരിയാണ്. എന്നിട്ട് ആ വിവരം താൻ അനിയോട് ചോദിച്ചു. പക്ഷേ അനി അതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നന്ദുവിനോട് മാത്രം അനിക്ക് താല്പര്യമുണ്ടെന്നാണ് താൻ വിചാരിച്ചത്. അതുപോലെ നന്ദുവിൻ്റെ അമ്മയോടും അച്ഛനോടും ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ അവരും പറഞ്ഞത് എനിക്ക് നന്ദുവിനോട് ഇഷ്ടമാണെന്നും നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലെന്നും ഒക്കെയാണ്. അതൊക്കെ വേണ്ടെന്ന് വെച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇവർ തമ്മിൽ പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. അതേസമയം അനിയും നന്ദവും നവീനെ കാണുന്നുമില്ല. നവീൻ ഇത് കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുക. നവീൻ്റെ മനസ്സിലൂടെ ഒരു ഇടുത്തി പാഞ്ഞു പോവുക. കാരണം നന്ദുവിനെ താൻ അത്രയ്ക്കധികം സ്നേഹിച്ചു. തൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു ആണെന്നുള്ള വിവരം അനിയോട് മാത്രം താൻ പറഞ്ഞു, മറ്റാരോടും പറഞ്ഞില്ല. അവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത്. നന്ദുവിനോട് ഞാൻ നേരിട്ട് പറയേണ്ടതായിരുന്നു. അനി ശരിക്കും എന്നെ ചതിക്കുകയായിരുന്നു. അവനൊരു ചതിയനായിരുന്നു. ഒരു നല്ല ഫ്രണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലെ കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷെ അവൻ അത് ഇതുവരെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ നന്ദു ഇങ്ങനെ അവനുമായിട്ട് അടുത്ത് പെരുമാറില്ലല്ലോ. അവർ തമ്മിൽ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമികയെ ഒഴിവാക്കി വിട്ടതും. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ അനി ചെയ്തത് ശരിയല്ല. നന്ദുവിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും എനിക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. പക്ഷെ അനി എന്നോട് ചെയ്തത് വലിയ ചതി തന്നെയാണ്. ഈ ചതിക്ക് ഞാൻ പ്രതികാരം വിട്ടും. അവന്തിക ഈ വിവരങ്ങളൊക്കെ ഞാൻ അറിയിക്കും. കാരണം അനാമികയുടെ ജീവിതമേ തകർന്നു. ഇനി അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കാനിരിക്കുകയാണ്. അനന്തപുരിയിൽ എല്ലാവരും അത് അനുവദിച്ച് വച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്തും അനി നന്ദുവിനൊപ്പം കറങ്ങി നടക്കുകയാണെന്നും ഒക്കെ അവന്തിക അറിയണം. അവൾ അറിഞ്ഞാലേ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുള്ളൂ. എനിക്ക് നന്ദുവിനെ മറക്കാനൊന്നും പറ്റില്ല. അത്രയധികം എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ പെൺകുട്ടിയാണ്. ജീവിതത്തിൽ ഇതുവരെ ഒരു പെൺകുട്ടിയോടും ഇത്രയധികം താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വിവാഹം കഴിക്കാനേ അത് നന്ദുവിനെ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും ഈ ബന്ധം ഉലച്ചു വിടണം. അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരും. നന്ദു എൻ്റെ സ്വന്തമാകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക നവീൻ തിരിച്ചു കയറി എന്നിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ നവീൻ അവന്തികയെ വിളിക്കുകയാണ്. അവന്തിക ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നവീനേട്ടാ? അത് എനിക്ക് അവന്തികയെ ഒന്ന് നേരിട്ട് കാണണം. സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുക. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ശരി ഞാൻ വരാമെന്ന് പറയുക. അങ്ങനെ അവന്തികയും നവീനും കൂടി കാണുകയാണ്. നവീൻ അവന്തികയോട് പറയുന്നുണ്ട്, അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയമായി എന്ന് എനിക്കറിയാം. നിങ്ങളുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണല്ലേ? അപ്പോഴേക്കും അവന്തിക പറയാം, അതേ നവീനേട്ടന് എന്നോട് താല്പര്യമില്ലെന്നും നവീനേട്ടൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്നും പറഞ്ഞ നിമിഷം വീട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിച്ചതാ എൻ്റെ വിവാഹം നടത്തുകയെന്ന്. അനിയേട്ടനെ സജസ്റ്റ് ചെയ്തപ്പം ഞാനും പറഞ്ഞു, കുഴപ്പമില്ല, അനിയേട്ടൻ നല്ല പയ്യനല്ലേ. അതുതന്നെയല്ല, മൂർത്തീസ് ജ്വല്ലറിയിലെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗം കൂടിയാണ് അനിയേട്ടൻ. അനിയേട്ടൻ ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അനിയേട്ടനൊരു താങ്ങും തണലൊക്കെ ആകാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അനിയേട്ടനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഉടനെ നവീൻ ചോദിക്കുക, അല്ല അനിക്കും അവന്തികയോട് നല്ല താല്പര്യം തന്നെയാണോ ഇപ്പോഴും, അതോ മനസ്സിൽ? അപ്പോൾ അവന്തികയുടെ മനസ്സൊന്ന് വിഷമിക്കുക. അവന്തിക ഉടനെ നവീനോട് പറയാണ്, അതെന്താ നവീനേട്ടാ അങ്ങനെ ചോദിച്ചേ? അനിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നവീൻ പറയും, ഏയ് എന്നോട് അവനൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റും. ഈ വിവാഹത്തിന് അവൻ അത്ര താല്പര്യമില്ലാന്ന് തോന്നല്ലേ? അവന്തിക പറയാ, ശരിയാ, ഈ വിവാഹത്തിന് അനിയേട്ടന് വലിയ താല്പര്യമില്ല.
അനിയേട്ടൻ അതിന് പറയുന്ന ന്യായം എന്നെ ഒരു സഹോദരിയായിട്ടാണ് കണ്ടതെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും അല്ല നവീനേട്ടാ കാര്യം. അനിയേട്ടൻ്റെ മനസ്സിലാ നന്ദുവാ ഇപ്പോഴും. നന്ദുവെ പിന്നെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാ അനിയേട്ടൻ ആഗ്രഹം. അന്ന് അനാമികയുമായിട്ട് തെറ്റിപ്പിരിയാനും മെയിൻ കാരണം ഈ നന്ദു തന്നെയാ എന്ന് പറയാ. അപ്പം നവീൻ ചോദിക്കുക, ആഹാ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? പക്ഷെ അവൻ ഇതുവരെ അതൊന്നും എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. നന്ദുവിനെ അവന് ഇഷ്ടമാണെന്നുള്ള കാര്യം പോലും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ അവന്തികെ, അനിക്ക് മാത്രമേ നന്ദുവിനോട് ഇഷ്ടമുള്ളൂ അതോ നന്ദുവിനും അനിയോട്? അപ്പോൾ അവന്തിക പറയാ, അതെന്ത് ചോദ്യം നവീനേട്ടാ, അവർ രണ്ടും ഭയങ്കര പ്രണയത്തിലായിരുന്നു. വിവാഹം വീട്ടുകാർ നടത്തി കൊടുത്താക്കാത്തത് കൊണ്ടാണ് പ്രശ്നമുണ്ടായത്. അനാമികയുമായിട്ടുള്ള വിവാഹത്തിന് മടിച്ചാണ് അനിയേട്ടൻ സമ്മതിച്ചത്. നന്ദുവാണെ ആ സമയത്ത് ഒരു ആത്മഹത്യക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടമാ. പിന്നെ വീട്ടുകാർ രണ്ടും ഈ വിവാഹം നടക്കാൻ സമ്മതിക്കില്ലെന്നും നന്ദുവിനെ മരുമോളായിട്ട് അനന്തപുരിയിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത് അവിടെ ആർക്കും ഇഷ്ടമല്ലെന്നുള്ള കാര്യം അറിയിച്ചത് കൊണ്ട് മാത്രമാണ് നന്ദു അനിയേട്ടനും കൂടെ ഇങ്ങനെ വിവാഹിതരാകാതെ നിൽക്കുന്നത്. പക്ഷെ അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദുവാ. അനിയേട്ടൻ ഇപ്പോഴും എല്ലാവരെയും എതിർത്ത് സംസാരിക്കുന്നുണ്ട് നന്ദുവിന് വേണ്ടി. നന്ദു വീട്ടുകാർക്കും ചേച്ചിമാർക്കും വേണ്ടി ത്യാഗം സഹിക്കുന്ന അവളുടെ മനസ്സിലും അനിയേട്ടനുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അനിയേട്ടനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ മനസ്സിലും അനിയേട്ടൻ മാത്രമേ ഉള്ളൂ. ഇനി ഈ വിവാഹം എന്തായാലും നടക്കണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നവീൻ, ശരിയാ അങ്ങനെ തന്നെ നടക്കണമെന്നേ, അവന്തികയുടെയും അനിയുടെയും വിവാഹം നടക്കണം. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുകയാണ് അവന്തിക, അത് ഞാനൊരു കാര്യം നവീനേട്ടനോട് ചോദിക്കട്ടെ? അന്ന് എന്നോട് നവീനേട്ടൻ പറഞ്ഞു നവീനേട്ടൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ടെന്ന്. അതാരാ പെൺകുട്ടി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഒരു പോലീസുകാരിയോ മറ്റോ ആണെന്നിങ്ങനെ പറയുന്നത് കേട്ടു. ഞാൻ ചോദിക്കട്ടെ, അത് നന്ദു എങ്ങാനും ആണോ? അപ്പം ഉടനെ നവീൻ പറയാണ്, ശരിയാണ്, അവന്തിക പറഞ്ഞത് ശരിയാ, എൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി നന്ദു ആയിരുന്നു എന്ന് പറയാ. അപ്പോൾ അവന്തിക പൊട്ടിച്ചിരിക്കുക, ആഹാ കൊള്ളാലോ. എന്നിട്ട് നവീനേട്ടൻ ഇതുവരെ അതൊന്നും ആരോടും പറഞ്ഞില്ലേ? അനിയേട്ടനോട് പോലും പറഞ്ഞില്ലേ? അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദു ഉണ്ടെന്നുള്ള വിവരം തുറന്നു പറഞ്ഞില്ലേ അനിയേട്ടനും? ഇല്ല, അനി എന്നോടൊന്നും പറഞ്ഞില്ല. നന്ദുവാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് ഞാൻ അവനോട് പറഞ്ഞു. എൻ്റെ മനസ്സിലെ ഇഷ്ടം നന്ദുവിനെ അറിയിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേ അതൊന്നും അവൻ ചെയ്തിട്ടില്ലെന്നാ തോന്നുന്ന അവന്തികെ. അത് നേരാ, അതെങ്ങനെ ചെയ്യും നവീനേട്ടാ? അതൊന്നും അല്ല അവന്തികെ, ഞാനിപ്പം നിന്നെ വിളിച്ചത് ഒരു സീരിയസ് കാര്യം പറയാൻ വേണ്ടിയിട്ടാ. ഇപ്പം ഞാനൊരു കാഴ്ച കണ്ടു. ബീച്ചിൽ നന്ദുവും അനിയും ഒട്ടിച്ചേർന്നിരിക്കുന്നു. അവർ പരസ്പരം എന്തൊക്കെയോ പറയുന്നു, ചിരിക്കുന്നു. അപ്പോഴേക്കും അവന്തികയുടെ മുഖം അങ്ങ് വാടി. അവന്തിക പറയാ, ശരിയാണോ നവീനേട്ടാ? ബീച്ചിൽ നന്ദുവുമായിട്ട് അനിയേട്ടൻ? അതെ, നന്ദുവും അനിയും ചേർന്നിരിക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവന്തികയെ വിളിച്ചത്, ഈ വിവരമൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ മനസ്സ് അത് കണ്ടപ്പോൾ തകർന്നു പോയി. കാരണം എൻ്റെ മനസ്സിൽ നന്ദുവായിരുന്നു എന്ന് പറയുമ്പം അവന്തിക പറയാ, ശരിയാ, അനിയേട്ടന് ഒരു താല്പര്യമുള്ള വിവാഹമല്ല. പക്ഷേ ഈ വിവാഹം നടക്കണം. ആ നന്ദുവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അനിയേട്ടൻ എനിക്ക് സ്വന്തമാക്കണം എന്ന് പറയണം. അങ്ങനെ അവരവിടുന്ന് പിരിയുക. അപ്പോഴും നവീൻ്റെ മനസ്സിൽ മുഴുവൻ വിഷമാണ് കേട്ടോ. അനിയും നന്ദും കൂടി ഇരിക്കുന്ന ആ സീൻ നവീൻ വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ അവന്തിക നേരെ അവിടെ നിന്ന് പോകുന്നത് അച്ഛൻ നാഗേന്ദ്രയുടെ അടുത്തേക്കാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും ചെല്ലില്ല എന്നും മറ്റാരും കണ്ട് ഇതൊക്കെ പിടിക്കപ്പെടുമെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെ ഭയങ്കര രഹസ്യമായിട്ട് തന്നെ അവന്തിക ചെല്ലുക. നാഗേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് അല്പം ദേഷ്യത്തോടു കൂടി തന്നെ ചെല്ലുന്ന പരിഭവത്തോടു കൂടി ഇരിക്കുന്നത് കണ്ട് നാഗേന്ദ്രൻ ചെന്ന് അവന്തികയുടെ അടുത്തിരിക്കുക. എന്നിട്ട് ചോദിക്കുക, എന്താ അവന്തികെ, നീ എന്താ ഇങ്ങനെ പരിഭവിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അല്ല അമ്മയോട് എന്തെങ്കിലും വഴക്ക് പിടിച്ചോന്ന്? എനിക്ക് ആരോടും വഴക്കൊന്നുമില്ല അച്ഛാ, ഇതെൻ്റെ കാര്യം മാത്രം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് പറയാ. അപ്പം നാഗേന്ദ്രൻ ചോദിക്കുക, അല്ല എന്താ? അച്ഛാ, അനിയേട്ടനുമായിട്ടുള്ള വിവാഹം നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. അതെന്താ മോളെ അങ്ങനെ? എല്ലാവരും കൂടി അതങ്ങ് ഉറപ്പിച്ചു വച്ചിരിക്കുകയല്ലേ? ആനന്ദമൂർത്തി അതിന് മുൻപന്തി നിൽക്കുമ്പം അത് നടക്കാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? അത് നടക്കാതിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അനിയേട്ടൻ ഇപ്പോഴും ആ ബീച്ചിലും പാർക്കിലും ഒക്കെ ആ നന്ദുവിനൊപ്പം കറങ്ങുക. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എൻ്റെ കൂടെ ഒരു ജീവിതത്തിന് അയാൾ സമ്മതിക്കുമോ? ഇനിയിപ്പോൾ അച്ഛൻ പറ, അഥവാ നമ്മളെല്ലാവരും കൂടെ നിർബന്ധിച്ച് വിവാഹം നടത്തിയാലും അനിയേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കുമോ? പിന്നെയും ആ നന്ദുവിനെ തേടി പോയില്ലേ എന്ന് പറയാ. അപ്പം നാഗേന്ദ്ര പറയാ, നന്ദു അവൾ നമുക്കൊരു തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ മോള് പേടിക്കണ്ട, അവളെ ഞാനങ്ങ് ഇല്ലാതാക്കിക്കോളാം. ഇപ്പം ഉടനെ വരാൻ പോകുന്ന വിവാഹ നിശ്ചയവും ആ വിവാഹമൊക്കെ നടക്കും. നന്ദു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തടസ്സമായിട്ടും വന്ന് നിൽക്കില്ല. അത് നീ അച്ഛൻ അനുവദിക്കുകയില്ല മോളെ. മോള് എന്തിനാ ഇപ്പോൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും കണ്ടാലോ? ആ ആദർശനൊക്കെ 100 കണ്ണാ. എവിടെയാ എന്താന്ന് അന്വേഷിച്ച് നടക്കുക. ഞാൻ പറഞ്ഞതല്ലേ, എപ്പോഴും കാണാനൊന്നും വരണ്ട.
വല്ലപ്പോഴും വിളിച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും അവന്തിക്ക് പറയാം, എൻ്റെ മനസ്സങ്ങ് വിഷമിച്ചപ്പം ഞാൻ പിന്നെ ആരോടാ ഇതൊക്കെ വന്ന് പറയുന്നത്, അതുകൊണ്ട് അച്ഛനെ കണ്ട് ഇതൊക്കെ പറയാമെന്ന് വെച്ച് ഞാൻ ഓടി വന്നതാ. അത് കുഴപ്പമില്ല മോളെ, നീ പെട്ടെന്ന് തന്നെ പൊയ്ക്കോ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നിന്റെ ഈ വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ആ അനന്തമൂർത്തി നിന്നെ അവിടുന്ന് അടിച്ചിറക്കി വിടും. അതുകൊണ്ട് മോള് പെട്ടെന്ന് പോയിക്കോ എന്ന് പറയാം. അങ്ങനെ അവന്തിക അവിടുന്ന് തിരികെ എത്തുകയാണ് കേട്ടോ. അതേസമയം അനന്തപുരിയിൽ വിശേഷങ്ങളൊക്കെ നടക്കുകയാണ്. മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടെയുള്ളൂ വിവാഹ നിശ്ചയത്തിന്. എല്ലാ ഒരുക്കങ്ങളും പെട്ടെന്ന് നടത്തണം. നമ്മുടെ വീട്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു നല്ല ചടങ്ങാണ്. അതിനൊക്കെ ശേഷം ഇനിയിപ്പം വിവാഹം കുറച്ച് കഴിഞ്ഞ് മതിയെന്നാണ് അവന്തിക മോളുടെ അഭിപ്രായം. മോൾക്ക് വിദേശത്ത് എവിടെയൊക്കെയോ പോകുകയൊക്കെ വേണം. അത് മാത്രമല്ലല്ലോ, ആ അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടുകയും ചെയ്യണ്ടേ എനിക്ക്. അതിനുശേഷമല്ലേ വിവാഹം നടത്താൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശിയും പറയും, ശരിയാ, ആ അനാമിക അവളൊരു ശല്യം തന്നെയാണ്. അവളുടെ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും വാങ്ങണം. എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്തിട്ടാണേലും അവളെ അങ്ങ് ഒഴിവാക്കി വിടണം. പണത്തിന് വേണ്ടി ഓടി നടക്കുന്നവരാ വേണുവും അതുപോലെ ആ അനാമികയൊക്കെ. അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അങ്ങ് ഒഴിഞ്ഞു പൊക്കോളും. നമ്മുടെ അനിയുടെ ജീവിതം സുരക്ഷിതമാകണം. അനിയും അവധിക മോളും സന്തോഷത്തോടെ ജീവിക്കുന്നത് നമുക്ക് കാണണം എന്നൊക്കെ മുത്തശ്ശിയും പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അതിനൊക്കെ ഒരു തീരുമാനം ഞാൻ ആക്കിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആകുകയും ചെയ്യും. അതോർത്ത് താൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വിവാഹ നിശ്ചയത്തിന് മുമ്പ് നമുക്ക് നമ്മുടെ പുരോഹിതനെ ഒന്ന് വിളിക്കണം. കാര്യങ്ങളൊക്കെ നോക്കണം. എന്തെങ്കിലും ദോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹാരം ചെയ്ത് തീർക്കണം. കുട്ടികൾക്ക് നല്ല ജീവിതം ഉണ്ടാകണം. മാത്രമല്ല, നയന മോളും ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമല്ലേ. കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ജ്യോത്സ്യനെ ഒന്ന് വിളിക്കണം. എന്തെങ്കിലും ദോഷമോ മറ്റോ ഉണ്ടോ എന്ന് അറിയണ്ടേ. അതിൻ്റെ പേരിൽ എന്തെങ്കിലും പൂജയോ എന്തെങ്കിലും നടക്കണമെങ്കിൽ നമുക്ക് നടത്താം എന്ന് പറയാം. അപ്പം മുത്തശ്ശിയും പറയാണ്, അതെ ശരിയാ, ഞാനത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു എന്ന് പറയാം. അങ്ങനെ മുത്തശ്ശൻ ജ്യോത്സ്യനെ വിളിച്ച് വരുത്തുകയാണ് കേട്ടോ. അങ്ങനെ പുരോഹിതൻ എത്തുകയാണ്. പുരോഹിതൻ എത്തുമ്പോൾ മുത്തശ്ശനും മറ്റുള്ളവരെല്ലാം പതുപോലെ തന്നെ അനന്തപുരിയിൽ നടക്കുന്ന പോലെ വന്ന് സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച് കഴിയുമ്പോഴേക്കും പുരോഹിതൻ ഇങ്ങനെ പൂജകളൊക്കെ നടത്തി പ്രശ്നം വയ്ക്കുകയാണ്. അപ്പോൾ പ്രശ്നം വയ്ക്കുമ്പം പുരോഹിതൻ പറയുന്നുണ്ട്, കുടുംബത്തിൽ ഐശ്വര്യമാണ് വന്നിരിക്കുന്നത്. കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറിയല്ലോ. ഇപ്പം എല്ലാവർക്കും സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാം, ശരിയാ, കുറച്ചധികം പ്രശ്നമായിരുന്നു. ഒരു ശത്രു മറഞ്ഞിരുന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം തന്നെയായിരുന്നു അത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ പുരോഹിതൻ പറയുന്നുണ്ട്, അതെല്ലാം മാറി, ആ ദോഷങ്ങളൊക്കെ മാറി. ഇനിയിപ്പം വരാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാം. വരാൻ പോകുന്ന കുഞ്ഞ് ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിരിക്കും. ആദർശ മോനെ പോലെ നയന മോള് പോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ വിളക്കായിരിക്കും ആ കുട്ടി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. ജലജ മനസ്സിൽ പറയാം, വിളക്ക്, ഇവിടെ ഒരു കുഞ്ഞുണ്ട്, അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ ആർക്കും നേരം പോലുമില്ല. ഇനി ആദർശിൻ്റെ കുഞ്ഞാണത്ര ഈ വീടിൻ്റെ വിളക്ക്, കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എല്ലാവരും നിൽക്കുക. അപ്പം മുത്തശ്ശൻ പറയാണ്, പുരോഹിതനെ വിളിച്ചത് മറ്റൊരു കാര്യത്തിനും കൂടിയാണ് എന്ന് പറയുക. അപ്പോൾ പുരോഹിതൻ ചോദിക്കുക, അല്ല എന്താ അനിയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക. പുരോഹിതൻ പറയുന്നുണ്ട്, ശരിയാണ്, അനിയുടെയും ഇവിടുത്തെ അവന്തിക മോളുടെയും കൂടെ വിവാഹം നടത്താൻ നിങ്ങളെല്ലാവരും തീരുമാനിച്ചു എന്ന് പറഞ്ഞു. നാളുകൾ തമ്മിൽ പൊരുത്തവും നോക്കി. ആ പൊരുത്തമൊക്കെ ഉണ്ട് എന്ന് പറയണം. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, അല്ല പൊരുത്തമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ചോദിച്ച പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോൾ പുരോഹിതൻ പറയാണ്, അത് ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് എന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്ത് പ്രശ്നമാണ്? അല്ല, ദേവനും അസുരനും ഒക്കെ ആയതുകൊണ്ട് പരസ്പരം ചേർന്ന് പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ കുറവാണ്. കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിലുപരി മറ്റൊരു തടസ്സം കൂടി കാണുന്നുണ്ടെന്ന് പറയുക. അതെന്താ തടസ്സം എന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കുമെന്ന് നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. എവിടെ എന്തോ തടസ്സം പോലെയുണ്ട്. പക്ഷേ നമുക്കൊരു പൂജയൊക്കെ ചെയ്ത് ആ തടസ്സം അങ്ങ് നീക്കാൻ ശ്രമിക്കാം. അല്ല, ഒത്തുചേരേണ്ടവരാണെങ്കിൽ ഇവരെ സമയത്ത് ഒത്തുചേർന്നോളും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ കണ്ടതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ വന്ന് നുണ പറഞ്ഞ് പണം വാങ്ങുന്ന പതിവൊന്നും എനിക്കില്ലെന്ന് മൂർത്തി സാറിന് അറിയാലോ. അല്ല, അറിയാം പുരോഹിത. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ തടസ്സം ഉണ്ടെങ്കിൽ നമുക്കൊരു പൂജ എങ്ങ് നടത്തിയാ? അതെ, പൂജ നടത്താം. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു പൂജ നടത്തുന്നത് തന്നെയാണ് എന്നും പറയാണ്. അപ്പം അടുത്ത ദിവസം തന്നെ നമുക്ക് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ പൂജയൊക്കെ നടത്താൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്യാണ്. പിറ്റേ ദിവസം പൂജ നടക്കാൻ പോവാണ്. പൂജയ്ക്കായിട്ട് എല്ലാവരും വന്ന് നിൽക്കുക. അപ്പോൾ എല്ലാവരും പൂജയ്ക്ക് ഒരുങ്ങിയൊക്കെ വന്ന് നിൽക്കുമ്പോഴേക്കും
അനി അനി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവന്തിക അനിയെ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനി നന്ദുവിനെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് അനി ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്. നന്ദുവിനോട് പറയാ, നന്ദു നീയും കൂടി ഇവിടെ വരേണ്ടതായിരുന്നു പൂജയ്ക്ക്. നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ കൂടെ നിനക്ക് കൂടി ഒന്ന് വരാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുക. നന്ദു പറയുന്നുണ്ട്, എന്താ നീ പറയുന്നത്? ഞാനിപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ നിന്റെ കൺവെട്ടത്ത് പോലും ഞാൻ വന്നേക്കരുതെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നടക്കില്ല. നടക്കുന്ന കാര്യം വല്ലതും പറയാമെന്ന് പറയാം. അല്ലാതെ ഇവിടെ പൂജയ്ക്ക് ഒരുത്തി അണിഞ്ഞൊരുങ്ങി നിൽക്കുക എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് തന്നെ ചേർന്ന് എനിക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ അങ്ങ് ദേഷ്യം വരികയെന്ന് പറയാം. അപ്പം നന്ദു പറയാം, അനി നീ ഒന്ന് അടങ്ങ്, മുത്തശ്ശൻ തീരുമാനിച്ചതല്ലേ. അവന്തിക അത്ര മോശം കുട്ടിയാണെന്നൊന്നും തോന്നുന്നില്ല. അവളുടെ അമ്മയെ പോലെയും അച്ഛനെ പോലെയും ഒന്നും അല്ല അവള്, നല്ല മാറ്റം ഉണ്ടെന്ന് പറയാം. അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാനങ്ങ് അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളാൻ, അതാണോ നന്ദു നീ പറഞ്ഞു വരുന്നത്? അല്ല നീ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. നീ ഇപ്പം തൽക്കാലം സമാധാനപ്പെട്, നല്ലതായിട്ട് പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യുമ്പം അവന്തിക പുറകെ വന്ന് നിൽക്കുക അനിയുടെ. എന്നിട്ട് ചോദിക്കുക, അനി നീ ഇപ്പം ആരെയാണ് വിളിച്ചത്? നന്ദുവിനെയാണോ? ആണെങ്കിൽ നിനക്കെന്താ, നീ അവിടെയെങ്ങാൻ പോയി നിൽക്ക്. നീ എപ്പോഴും എൻ്റെ പുറകെ ഈ പാലായിട്ട് നടക്കുന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അവന്തികയ്ക്ക് അങ്ങ് വിഷമാവുകയാണേ. ആ സമയത്ത് അവന്തികയാണെങ്കിൽ വിചാരിക്കുക, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, നന്ദുവിനെ അങ്ങ് ഇല്ലാതാക്കണം, അച്ഛനെ വിളിച്ച് സംസാരിക്കണം. അങ്ങനെ അവന്തിക പുറത്തേക്ക് പോവുകയാണ്. റൂമിൽ ചെന്ന് മാറി നിന്നിട്ട് നാഗേന്ദ്രയെ വിളിക്കുക. അപ്പോൾ നാഗേന്ദ്ര ഉടനെ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയാം, അതച്ഛാ അനിയേട്ടൻ ഇപ്പോഴും ദേഷ്യ, ഇപ്പോഴും ആ നന്ദുവിനെ വിളിച്ച് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം കേട്ടോ എന്ന് പറയുക. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ മോള് വിഷമിക്കാതെന്നേ, അതൊക്കെ അച്ഛൻ നടത്തിത്തരാം, നന്ദു നിങ്ങൾക്കൊരു തടസ്സമായിട്ട് വരികയല്ലെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും അവന്തികയ്ക്ക് കാണാതെ ജലജ അവിടെയെല്ലാം നോക്കുന്നുണ്ടേ. ജലജ ചുറ്റുപുറം നോക്കിയിട്ട് കാണാതെ റൂമിലേക്ക് ചെല്ലുക. റൂമിൽ ചെല്ലുമ്പം അവന്തിക അവിടെയുണ്ട്. അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ആരോണ്ടോ ഫോണിൽ. ശ്രദ്ധിക്കുകയാണ് ജലജ. ജലജയ്ക്ക് അപ്പോഴേ സംശയമുണ്ട്, അച്ഛനെയാണ് ഇവിടെ വിളിച്ച് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അച്ഛന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നത് ജലജ കേൾക്കുക. ജലജയ്ക്ക് മനസ്സിലാകാണ്, മക്കൾ തന്നെ പറ്റിക്കുകയാണ്. അഭി പണ്ടേ പറ്റിച്ചു, അവന്തികയെ വിശ്വസിച്ചതാ, അവൾ എന്നെയും പറ്റിച്ചു, എന്നെ മാത്രമല്ല ഇവിടെ എല്ലാവരെയും. അപ്പം അതാണ് അവളുടെ മനസ്സിലിരിപ്പ്. അച്ഛനുമായിട്ട് ചേർന്ന് ഈ കുടുംബം തകർക്കണം, അനിയെ വിവാഹം കഴിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങ് നടത്തിത്തരാം. ആരോടൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിലും അതിലൊക്കെ ഉപരി ദേഷ്യം എനിക്ക് ആ നാഗേന്ദ്രയോടുണ്ട്. എൻ്റെ ജീവിതം തകർത്തതാ അയാൾ, എന്നെ ഈ അവസ്ഥയിലാക്കിയതാ അയാൾ. അങ്ങനെയുള്ള അയാളെ അംഗീകരിക്കാനും എൻ്റെ മക്കളെ അയാൾക്ക് വിട്ടുകൊടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും. അയാൾ ഇനി ഏത് കോടീശ്വരനാണെന്ന് പറഞ്ഞാലും എന്നൊക്കെ വിചാരിക്കാം. എന്നിട്ട് റൂമിലേക്ക് കയറി ചെന്ന് ചോദിക്കുകയാണ്, എടി നീ ആരെയാടി ഫോൺ വിളിച്ചത്? അതെൻ്റെ ഒരു ഫ്രണ്ടിനെ. നിൻ്റെ ഒരു ഫ്രണ്ടിനെയാണോ വിളിച്ചത്? നീ ആ നാഗേന്ദ്രയല്ലേടി വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ അവന്തികയ്ക്ക് മനസ്സിലായി അമ്മ എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ടെന്ന്. ഉടനെ അവന്തിക പറയാ, അതേ ആണെങ്കിലെന്താ, ഞാൻ എൻ്റെ അച്ഛനെയല്ലേ വിളിച്ചത്, അതിന് അമ്മയ്ക്കെന്താ? ഉടനെ അമ്മി അങ്ങോട്ട് വരിക, എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നീ എന്നെ ചതിക്കുവാണോടാ? ഇവളുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നു വിവാഹ കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ അഭി പറയാ, അവളെ അച്ഛനെയല്ലേ വിളിച്ചത്, അതിന് അമ്മയ്ക്കെന്താ? അങ്ങനെയാണപ്പം നീയും പറയുന്നതല്ലേ? അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ അയാളുമായിട്ടൊരു ബന്ധം വേണ്ടെന്ന്. അത് ഞാനോട്ട് അംഗീകരിച്ച് തരികയില്ല അബി എന്ന് പറയാം. അപ്പം അബി പറയുന്നുണ്ട്, അമ്മ മനസ്സിലാക്കണം, നമ്മളിവിടെ അടിമകളെ പോലെ കിടക്കുന്നതിലും നല്ലത് അച്ഛൻ്റെ കൂടെ പോയി സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ. അച്ഛനിപ്പോൾ ഒരു കോടീശ്വരനാണമ്മേ, കോടീശ്വരൻ. അയാൾ ഇനി ഏത് രാജാവാണെന്ന് പറഞ്ഞാലും അയാളോടൊപ്പം ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങളെ അയാളോടൊപ്പം വിടാനും നിങ്ങൾ അയാളോട് സഹകരിക്കാനും എനിക്കിഷ്ടമില്ല. അപ്പം അവന്തിക ചോദിക്കുക, അതെന്തിനാ അമ്മ ഇത്രയധികം ചാടുന്നത്? ഞങ്ങളുടെ അച്ഛനല്ലേ, എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനെ വിളിക്കാൻ എനിക്ക് അവകാശമില്ലേ? ഓഹോ, നിനക്ക് ജന്മം തന്ന നിൻ്റെ അച്ഛനല്ലേ? എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിനക്ക് ജന്മം തന്നത് അയാളല്ല, നിന്റെ സ്വന്തം അച്ഛൻ അയാളല്ലെന്ന്. ഞെട്ടിപ്പോവാണ് അഭിയും അവന്തികയും. എന്താ അമ്മേ പറഞ്ഞതെന്ന് അഭി ചോദിക്കുക. അതെ, ഇവളുടെ അച്ഛൻ നാഗേന്ദ്രയല്ല. അപ്പോഴേക്കും അവന്തിക ചോദിക്കുക, അമ്മ എന്തിനാ ഇത് പറയുന്നേ? അമ്മ എന്തൊക്കെയാ വിളിച്ച് കൂവുന്നത്? അതെ, വിളിച്ച് കൂവുന്നത് എന്താണെന്നോ, കാണിച്ചു തരാം നിന്റെ അച്ഛനെ എന്ന് പറഞ്ഞ് ഫോണിൽ എടുത്ത് കാണിക്കുക മറ്റൊരു ഫോട്ടോ. ഇയാളാ നിന്റെ സ്വന്തം അച്ഛൻ, അല്ലാതെ ആ നാഗേന്ദ്രയല്ല. മേലെ ഇനി നാഗേന്ദ്രയെ വിളിക്കരുത്. അപ്പോൾ അവന്തിക ചോദിക്കുക, എന്താ അമ്മ ഇത്? അതെ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത ഒരുപാട് കഥകളുണ്ട്. ഈ അമ്മയുടെ ജീവിതം അതാ. അതുകൊണ്ട് ഇനി മേലെ ആ ദുഷ്ടനെ, ആ ചതിയനെ, അയാളുമായിട്ട് ഒരു ബന്ധവും പാടില്ല. അല്ലെങ്കിൽ നിന്റെ വിവാഹം നടക്കില്ല, അനിയുമായിട്ടുള്ളത് നടക്കില്ല. നാഗേന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് കളിക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ അത് ഈ ജലജ നടത്തി തരില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ജലജ.
അവന്തികയും അഭിയും സ്തംഭിച്ച് നിൽക്കുകയാണ്. പിന്നെ ഈ വിവരം ഇനി നാഗേന്ദ്ര കൂടി അറിയുമ്പം എന്താവും അവസ്ഥ എന്ന് ആലോചിക്കാമല്ലോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്